Hello everyone, welcome to my YouTube channel Pharma Insights. സോ ഇന്നിവിടെ HLL ലൈഫ് കെയർ ലിമിറ്റഡിൽ വിളിച്ചിരിക്കുന്ന ഒരു ചെറിയ വേക്കൻസിയാണ് നിങ്ങളെല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. സോ ഞാനിടുന്ന എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. സോ നമ്മളിവിടെ കേരളത്തിനകത്തും പുറത്തൊക്കെ വരുന്ന നമ്മുടെ ഫാർമസി പഠിച്ചിട്ടുള്ള സ്റ്റുഡൻസിനെല്ലാം തന്നെ മാക്സിമം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എല്ലാ വേക്കൻസികളും ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. സോ നമുക്ക് ഫാർമസി സ്റ്റുഡൻസിനും ജോബ് നോക്കുന്നവർക്ക് എല്ലാവരും എൻ്റെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടാതെ തന്നെ നമ്മൾ LSGD എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറേ മാക്സിമം MCQs നമ്മുടെ വീഡിയോസിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. സോ നിങ്ങൾക്ക് മറ്റുള്ള വീഡിയോസൊക്കെ എടുത്ത് നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ, സോ നമുക്കിവിടെ നോക്കാം. HLL ലൈഫ് കെയർ ലിമിറ്റഡാണ് വിളിച്ചിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഒരു മിനി രത്ന സെൻട്രൽ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസ് ആണ്. അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിലാണ് വരുന്നത്. ഓക്കെ, ഗ്ലോബൽ പ്രൊവൈഡർ ഓഫ് ഹൈ ക്വാളിറ്റി ഹെൽത്ത് കെയർ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ്. The retail business of division of HLL Life Care Limited has set up an Amrit Pharmacy outlets at AIIMS, Guwahati and other government medical colleges and hospitals in Assam, for which the company is looking for dynamic and performance driven pharmacist professionals with the right attitude for the following positions on the fixed time contract basis ആണ് വിളിച്ചിരിക്കുന്നത്. ഓക്കെ, അമൃത് ഫാർമസി ഔട്ട്ലെറ്റ്സിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. സോ ഓക്കെ, നെക്സ്റ്റ് ദ ഡേറ്റ് ഓഫ് വോക്ക് ഇൻ സെലക്ഷൻ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് 17/10/2025. സോ നിങ്ങളൊരു ഫാർമസി ഗ്രാജുവേറ്റ് ആണ്, ആസാമിലാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പോയി അപ്ലൈ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് വോക്ക് ഇൻ സെലക്ഷന് പോകാൻ പറ്റും അല്ലേ. വോക്ക് ഇൻ വെന്യൂ എവിടെയാണ്? വെന്യൂ തന്നിട്ടുണ്ട് അമൃത് ഫാർമസി കാർഡിയാക് ആൻഡ് ന്യൂറോ സെൻറ്റർ, ഗുവാഹട്ടി മെഡിക്കൽ കോളേജ്, ആസാം. ഓക്കെ, ക്വാളിഫിക്കേഷൻ വന്നിരിക്കുന്നത് അസിസ്റ്റൻറ്റ് ഫാർമസിസ്റ്റ് വിളിച്ചിട്ടുണ്ട്. ഫാർമസിസ്റ്റ് ഗ്രേഡ് 4, ഗ്രേഡ് 3, ഗ്രേഡ് 2 ആൻഡ് ഗ്രേഡ് 1 വിളിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഓരോന്നിൻ്റെയും ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും നമുക്ക് തന്നിട്ടുണ്ട്. അസിസ്റ്റൻറ്റ് ഫാർമസിസ്റ്റ് ആണെങ്കിൽ DPharm, BPharm ആൻഡ് ഫ്രഷേഴ്സ് ക്യാൻ അപ്ലൈ. ഫാർമസിസ്റ്റ് ഗ്രേഡ് 4 ആണെങ്കിൽ DPharm, BPharm വിത്ത് മിനിമം 2 years പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഇൻ റിറ്റെയിൽ ഫാർമസി. ഫാർമസിസ്റ്റ് ഗ്രേഡ് 3 ആണെങ്കിൽ DPharmോ BPharmനോ അപ്ലൈ ചെയ്യാം, പക്ഷേ 4 years ഓഫ് എക്സ്പീരിയൻസ് വേണം. ഗ്രേഡ് 2 ആകുമ്പോൾ 6 years ഓഫ് എക്സ്പീരിയൻസും ഗ്രേഡ് 1ന് 8 years ഓഫ് എക്സ്പീരിയൻസും വേണം എലോങ് വിത്ത് ഡിഗ്രി. ഓക്കെ, DPharm ഓർ BPharm. ഓക്കെ, നെക്സ്റ്റ് റിപ്പോർട്ടിംഗ് ടൈം തന്നിരിക്കുന്നത് 10 AM to 1 PM ആണ്. സെലക്ഷൻ പ്രൊസീജിയേഴ്സ് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ്? റിട്ടേൺ ടെസ്റ്റ് ഉണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഇൻ്റർവ്യൂവും കൂടി ഉണ്ട്. ഓക്കെ, റിട്ടേൺ ടെസ്റ്റ് ഫോർ ഓൾ ദ പോസ്റ്റേഴ്സ് വിൽ കൺസിസ്റ്റ് ഓഫ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്നായിരിക്കും. വിത്തിൻ 30 minutesനുള്ളിൽ തന്നെ ആൻസർ ചെയ്തിരിക്കണം. ഓക്കെ, മാക്സിമം മാർക്ക് എത്രയാണ്? 50 മാർക്കാണ് അല്ലെ, 50 മാർക്കാണ്. നെഗറ്റീവ് മാർക്കൊന്നും ഇല്ല. ഓക്കെ, മാക്സിമം ഏജ് ലിമിറ്റ് ഫോർ അപ്ലൈയിങ് ദ ക്വസ്റ്റ്യൻസ് ഈസ് 37 years ആണ് ആസ് പെർ 1/10/2025. പക്ഷെ നമുക്ക് ഇതിൽ SC/ST OBC PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് ഏജ് റിലാക്സേഷനും കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതിൽ കുറച്ച് കാര്യങ്ങളോട് നമ്മൾ ഡീറ്റെയിൽസ് ജനറൽ കണ്ടീഷൻസും കാര്യങ്ങളും തന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് നമ്മൾ ഏജ് കാര്യങ്ങളും കറക്റ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ക്യാൻവാസിങ് ഒന്നും പാടില്ല. ഓക്കെ, ഡിസിഷൻ ഫൈനലായിരിക്കും. ഓക്കെ, അവർക്ക് തന്നെ ക്യാൻസൽ ചെയ്യാൻ, റെസ്ട്രിക്റ്റ് ചെയ്യാനും, മോഡിഫൈ ചെയ്ത് സെലക്ഷൻ പ്രോസസ്സ് ചെയ്യാനൊക്കെ സാധിക്കും. അതുപോലെ തന്നെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് ബ്രിങ് ചെയ്യേണ്ടത്? ലൈക്ക് ഡോക്യുമെൻറ്റ്സ് ഓഫ് ഏജ്, to prove age, qualification, mark sheets, experience certificate, latest salary certificate, breakup, Aadhaar, PAN, recent passport size photograph, etc. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുവരണം. ഓക്കെ, സോ ദ അപ്പോയിൻമെൻറ്റ് വിൽ ബി ഓൺ ദ ഫിക്സഡ് എനിവെയർ കോൺട്രാക്റ്റ് ബേസിസിലായിരിക്കും നമുക്ക് വരുന്നത്. അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ്റെ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പർ തന്നിട്ടുണ്ട്, അതിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇമെയിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇമെയിൽ ID നമുക്ക് തന്നിട്ടുണ്ട്. സോ ഇതാണ് നമുക്ക് വേക്കൻസി ഇപ്പോൾ വന്നിരിക്കുന്നത്. ഒരു HLL ലൈഫ് കെയർ ലിമിറ്റഡിൻ്റെ വേക്കൻസിയാണ്. സോ നിങ്ങളൊരു ഫാർമസി ഗ്രാജുവേറ്റ് ആണ്, DPharm BPharm ഒക്കെ ഉണ്ട്, നിങ്ങൾ ആസാമിലാണ് താമസിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വോക്ക് ഇൻ സെലക്ഷന് പോകാവുന്നതാണ്. ഓക്കെ, സോ അവർക്കൊക്കെ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. സോ ഇങ്ങനത്തെ നമ്മൾക്ക് ഓരോരോ സ്റ്റേറ്റിലെയും മാക്സിമം എല്ലാ സ്റ്റേറ്റിലും തന്നെ ഇത് എൻ്റെ വീഡിയോസിലൂടെ കവർ ചെയ്യുന്നതാണ്. സോ നിങ്ങൾക്ക് LSGD പ്രിപ്പറേഷനൊക്കെ മാക്സിമം സപ്പോർട്ട് കിട്ടുന്നതാണ് കേട്ടോ. സോ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു വെരി മച്ച്.